നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡാണ്. പൈൽസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കിങ് ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പൂർണ്ണമായ മനസ്സമാധാനം, സന്തോഷം ഇത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണെന്നാണ് കാണുന്നത്. സോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജിയാണ്. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ടുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ മിസ്സാവുന്നത്, കാണാതെ പോകുന്നത്? എന്താണ്? ജസ്റ്റിസ് ആണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ ഒരു നീതി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. റീഡിങ്ങിൽ നോക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണെങ്കിൽ പോലും ഒരു ടോക്സിക് സ്പ്രെഡ് പ്രതീക്ഷിച്ച് എനിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആണ് ഈ സ്പ്രെഡ് തരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷനായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ മിസ്റ്റേക്സ് കൂടുതലും നിങ്ങളുടെ ഭാഗത്താണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഈ സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങളുടെ ലൈഫിൽ കാർമിക് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്, ഒരു പോസിറ്റീവ്ലി കാർമിക് ആയിട്ടുള്ള എഫക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഏതൊരു ബന്ധമായാലും, എന്ത് രീതിയിലുള്ള ബന്ധമായാലും, നമ്മളുടെ അന്തസ്സ്, മനസ്സമാധാനം, സന്തോഷം, നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ സേഫ്റ്റി ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു റിലേഷനാണെങ്കിൽ ഇതെന്തുകൊണ്ടും എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷനാണ്. ഇതെനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്ത കാർഡിലേക്ക് പോവാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ കണ്ടിന്യൂ ഇൻ ദ റിലേഷൻഷിപ്പ്? ഞാൻ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ആ ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പുതിയ നിങ്ങളുടെ പാഷനുകൾ ഫോളോ ചെയ്യാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഡേറ്റ്. ഐ എം സോ ഹാപ്പി ഫോർ യു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഒരു ടോക്സിക് സ്പ്രെഡിൻ്റെ ഒരു എനർജി പ്രതീക്ഷിച്ചാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. പക്ഷേ ഇറ്റ്സ് സോ പോസിറ്റീവ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് നിങ്ങളുടെ ഹാർട്ട്, മനസ്സമാധാനം, സന്തോഷമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കേണ്ടത് എന്ന് നോക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിലുള്ള എനർജിയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതേ എഫേർട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫൈനലായിട്ട് ഒരു കാർഡ് കൂടി ഇവിടെ നമുക്കുണ്ട്. ഇത് ഈ റിലേഷൻ ടോക്സിക് ആണോ അതോ ട്രൂ ലവ് ആണോ എന്ന് നമ്മളോട് പറയുന്ന കാർഡാണ്. എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ കാർഡ് തുറന്നു നോക്കാനായിട്ട്. നമുക്ക് എന്താവുന്നൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യം അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാലം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാവുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം കുറച്ച് കാലം കൂടി. ഇവിടെ നമുക്കൊരു വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. ഇതൊരു കാലം തെളിയിക്കുമെന്ന് പറയുന്ന ഒരു കാർഡാണ്. അതേ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെയും വന്നിട്ടുള്ളത്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കുറച്ച് കാലം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കാമെങ്കിൽ ഒരു മാരേജിലൊക്കെ പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് സമയം കൂടി ഈ റിലേഷന് കൊടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് എനിക്കിവിടെ തോന്നുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു നിങ്ങൾക്ക് ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈ ബന്ധം. പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഇത് എന്ന് തന്നെയാവാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും നമുക്കിങ്ങനെ ഒരു ഗൈഡൻസ്, 2 കാർഡുകൾ ഏതാണ്ട് സെയിം മീനിങ്ങിൽ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ച് കാലം കൂടി ഫൈനൽ കമ്മിറ്റ്മെൻറ്റിന് മുമ്പ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എങ്കിലും പൊതുവെ നല്ലതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ക്ലാരിറ്റി കാർഡ് കൂടി എടുത്താലോ? ഞാനത് പ്രതീക്ഷിച്ചിരുന്നതല്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമല്ല. എങ്കിലും ഓവറോൾ ഈ സമയത്ത് യൂണിവേഴ്സിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് ഈ റിലേഷനിൽ ഉള്ളവരോട് എന്ന് നമുക്ക് ചോദിക്കാം. യൂണിവേഴ്സ്, യുവർ ഗൈഡൻസ് പ്ലീസ്. 10 ഓഫ് സ്വാർഡ്സ്. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഏതൊക്കെയോ ചിന്തകളുടെ അവസാനവും ഒരു പുതിയ തുടക്കവുമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു വെയിറ്റിംഗ് എനർജി ആയിട്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ റിലേഷൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിലങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ബിഫോർ ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച് വരാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തൊക്കെയോ ചില തോട്ട്സ് അങ്ങനെയല്ല, സത്യം അതല്ല, സത്യം മറ്റൊരു രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്ന എന്തൊക്കെയോ ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു മീനിങ് ആണ് തോന്നുന്നത്. എനിക്ക് നിങ്ങളെ അങ്ങനെ ഒരു പകുതി ടെൻഷനിലും പകുതി പ്രതീക്ഷയിലും ആക്കിയിട്ട് ഇട്ടിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. സോ നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം.
ഈ റിലേഷൻ ഈ വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ അതോ ഈ ബന്ധം ഒരു കാർമിക് ബന്ധമാണോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ഇറ്റ്? വീണ്ടും നമുക്ക് സ്വോർഡ് എനർജി വന്നിട്ടുണ്ട്. 4 ഓഫ് സ്വോർഡ്സ് ആണ്. ഇതൊരു കാർമിക് ബന്ധമായിട്ട് വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ ചിന്താഗതിയിൽ എന്തോ ഒരു മാറ്റം വരാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത്. ഈ ഒരു ഇത് മേജർ വെക്കുന്ന കാർഡാണ് ജസ്റ്റിസ് കാർഡ് എന്ന് പറയുന്നത്. ആ റിലേഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുടെ നേരെ നിങ്ങൾ എന്തെങ്കിലും അനീതി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറുന്നതിനായിരിക്കാം ഇത് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് കമൻസിൽ മെൻഷൻ ചെയ്യുക. ഈ മറ്റു കാര്യങ്ങൾ, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും കമൻസിൽ എഴുതുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹലോ, പൈൽ നമ്പർ 2 റീഡിങ്ങിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ, നിങ്ങൾ ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ തുടങ്ങിയ തീരുമാനങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് നമുക്ക് ഇന്നൊരു ക്ലാരിറ്റി വരുത്താം. കാർഡ്സ് എടുക്കാം. ആൻഡ് 8 ഓഫ് വൺസ്. ഈ കാർഡ് നമ്മൾ അവസാനമായിരിക്കും റിവീൽ ചെയ്യാം. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി ഈ റിലേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത വിധം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ പെട്ടുകിടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്താണ് നിങ്ങൾ കാണാണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ 6 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ആയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരുടെ ഭാഗത്ത് നിന്ന് മൂവിങ് ഓൺ എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അവർ നിങ്ങളോട് ഈ അടുത്ത കാലത്തായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ കാണിച്ചിരുന്ന കെയർ നിങ്ങളുടെ അടുത്ത് കാണിക്കാതിരിക്കുന്നു, മെസ്സേജുകൾക്കോ കോളുകൾക്കോ റിപ്ലൈ ഇല്ല, പഴയ രീതിയിൽ നിങ്ങളെ വിളിക്കാനോ സംസാരിക്കാനോ അവർ സമയം കണ്ടെത്തുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ അവസ്ഥകളെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട്. നിങ്ങളത് കാണുന്നില്ല. അവർ മൂവ് ഓൺ ആയി തുടങ്ങി എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സ്വയം തയ്യാറല്ല എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു ഓഫ് ആൻഡ് ഓൺ എനർജി കിട്ടുന്നുണ്ടായിരിക്കാം. അതായത് ചില സമയത്ത് അവർ സംസാരിക്കുന്നു, ചില സമയത്ത് അവർ മൈൻഡ് ചെയ്യുന്നില്ല തുടങ്ങിയ രീതിയിലുള്ള എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻഷനോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അവരുടെ കയ്യിലെ ഒരു പാവയായി മാറിയോ എന്ന് ചിന്തിക്കുക. അവരൊരു ഒരു ഒരു സർക്കസിലെ ഒരു മാസ്റ്റർ അവിടെ ഉള്ള ഒരു ആനിമലിനെ ട്രെയിൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പോലെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ അവരുടെ കയ്യിലെ ഒരു പാവയായി മാറിയോ എന്നുള്ള ഒരു പുനർചിന്തനം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സമയമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഈ റിലേഷനിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരു സൺ കാർഡിൻ്റെ എനർജിയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വലിയൊരു തിരിച്ചറിവ്, ഒരു വലിയ പെയിനിന് ശേഷമുള്ള ഒരു ഹീലിംഗ്, അതാണ് ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ടോക്സിക് റിലേഷനാണ്. എന്തൊക്കെയോ ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. പക്ഷേ ഇതിന് മുൻപ് കുറേ ഒരു ഹീലിംഗ് നടക്കേണ്ടതുണ്ട്, കുറേ സ്ട്രഗിൾ ഉണ്ട്. ആ ഒരു സ്ട്രഗിൾ ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമുള്ള വലിയ തിരിച്ചറിവ്, നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു റിലേഷൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് ലവാണ് ഇമ്പ്രൂവ് ആകാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള സ്നേഹമാണ്, സെൽഫ് വർത്താണ് മറ്റ് ഏത് ബന്ധങ്ങളെക്കാളും വലുത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ഇനി നിങ്ങളുടെ എന്ത് എനർജി അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടതെന്ന് നോക്കാം. 8 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ അവരിൽ നിന്നും ഡിസ്റ്റൻറ്റ് ആകേണ്ടതാണ് എന്നൊരു മീനിങ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഓവർ അവൈലബിൾ ആകരുത്. അവർ നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾ അവരുടെ പിന്നാലെ ചെല്ലാതെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കാനാണ് എനിക്ക് ഈ കാർഡ് കണ്ടിട്ട് പറയാനായിട്ട് തോന്നുന്നത്. അവരുടെ പിന്നാലെ പോകരുത്. സ്റ്റോപ്പ് വെയർ യു ആർ റൈറ്റ് നൗ ആൻഡ് തിങ്ക് ഓഫ് യുവർ സെൽഫ്. കാരണം ചില റിലേഷൻസ്, ചില ബന്ധങ്ങൾ നമ്മളെ ചില ലെസൺസ് പഠിപ്പിക്കാൻ, ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയുന്നതാണ്, ചില ലെസൺസ് നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ള റിലേഷൻസ് ആണെങ്കിൽ അത് നമുക്ക് പെയിൻ ആയിരിക്കും തന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ റിലേഷൻ ടോക്സിക് ആണോ അതോ ട്രൂ ലവ് ആണോ എന്നുള്ള ഒരു ഫൈനൽ കാർഡ് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. 3 ഓഫ് കപ്സ്. ഒരു തേർഡ് പാർട്ടി റിലേഷനാണ് ഞാനിവിടെ കാണുന്നത്.
നിങ്ങൾ സത്യങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് വിലയില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. എത്ര പെയിൻ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് ചോയ്സ് എടുക്കാനുള്ള ഒരാളല്ല നിങ്ങൾ. പല ചോയ്സുകളിൽ ഒരാളാവേണ്ട ആളല്ല നിങ്ങൾ. നിങ്ങളുടെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മാറുക. മറ്റുള്ളവരുടെ കാരുണ്യത്തിനും കനിവിനും വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് വില കൊടുക്കുക. നമുക്കൊരു ക്ലാരിറ്റി കാർഡ് കൂടി എടുക്കാം. ഈ റിലേഷൻ നിങ്ങൾക്ക് ഒരു ഹീലിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. വളരെ കഠിനമായ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് കാണുന്നു. ഈ ഒരു അവസരത്തിൽ എന്ത് ആക്ഷനാണ് യൂണിവേഴ്സ്, ഒരു ഗൈഡൻസ് പ്ലീസ് ഫോർ മൈ വ്യൂവേഴ്സ്. ചാരിയറ്റ്, എക്സാക്ട്ലി എന്താണ് ദിശാബോധം. നിങ്ങൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളുടെ പേഴ്സൺ നിശ്ചയിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. അതിനുള്ള സമയമല്ല ഇപ്പോൾ. അതിനുള്ള സമയം കഴിഞ്ഞു. നിങ്ങൾ അവരുടെ കയ്യിൽ കളിപ്പാവയായിരിക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ സ്വന്തം ലൈഫിൻ്റെ ചാർജ് ഏറ്റെടുക്കുക. ചാരിയറ്റ് കാർഡാണ്. 2 വിരുദ്ധമായ എനർജികൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതിൽ നിന്നും നെഗറ്റീവായതിനെ നീക്കം ചെയ്ത് പോസിറ്റീവായത് മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് വില കൊടുക്കേണ്ട സമയമാണ്. ഇറ്റ്സ് മോർ ദാൻ ക്ലിയർ മൈ ഡിയർ വ്യൂവേഴ്സ്. നിങ്ങളുടെ റിലേഷൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. സ്റ്റോപ്പ് ഇറ്റ്. ദിസ് ഇസ് വാട്ട് ഐ ക്യാൻ ടെൽ യു. ഐ എം സോറി ഫോർ യു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ സൺ കാർഡിൻ്റെ എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടെന്ന് വെക്കണം. ഈ റിലേഷൻ നമുക്ക് ഹീലിംഗ് തരാൻ വന്നിട്ടുള്ളതാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. ആ ഹീലിങ്ങിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.